2024 മെയ് മാസം 3-ാം തീയതി കൊച്ചി സിറ്റിയിലെ പനംപിള്ളി നഗർ. അവിടെ താമസിക്കുന്ന ഒരുപാട് പേർ സമ്പന്നരാണ്. വലിയ വലിയ അപ്പാർട്ട്മെന്റ്സ്, ബംഗ്ലാവ് എല്ലാം കാണാൻ സാധിക്കും. ആ പനംപിള്ളിയിൽ വിദ്യാനഗർ എന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. രാവിലെ ഏകദേശം ഒരു 7-8 മണിയോടുകൂടി ഒരു ടാക്സി ഡ്രൈവർ അതുവഴി വരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജിതിൻ. അയാൾ ആ വിദ്യാനഗർ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് കാർ നിർത്തി. കാരണം അദ്ദേഹം തന്റെ കാറിന് മുൻപിൽ ഒരു കവർ കാണുന്നു. പൊതുവെ ഏതൊരു കവർ കണ്ടാലും അങ്ങനെ കാർ നിർത്തുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഈ കവർ കണ്ട അയാളുടെ വാഹനം അയാൾ നിർത്താൻ കാരണം ആ കവർ മുഴുവനും രക്തം പുരണ്ടതുപോലെ തോന്നി. തൊട്ടടുത്ത് ഒരു വേസ്റ്റ് ബോക്സും ഉണ്ട്. ഒരുപക്ഷെ അതിൽ പൂച്ചയോ പട്ടിയോ അല്ലെങ്കിൽ വല്ല എലിയോ എന്തെങ്കിലും ആയിരിക്കാം. ഈ വേസ്റ്റ് ബോക്സിൽ ഇടുന്നതിന് പകരം അത് അറിയാതെ റോഡിൽ വീണതായിരിക്കാം. നമുക്കൊന്ന് മാറ്റിയിടാം, ഇല്ലെങ്കിൽ ഇതുവഴി വരുന്ന വാഹനങ്ങളെല്ലാം അതിൽ കയറി ഇറങ്ങി ഈ റോഡ് തന്നെ വൃത്തികേടാകും. അതുകൊണ്ട് അത് മാറ്റിയിടാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ജിതിൻ തന്റെ വാഹനം നിർത്തി ആ ഒരു കവറിനെ നോക്കി നടക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ ആ കവറിന് അടുത്തേക്ക് വരുമ്പോഴാണ് അതിനുള്ളിൽ എന്താണ് ഉള്ളതെന്ന് പതിയെ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അകത്ത് ഒരു ചെറിയ ബൊമ്മയുടെ തല പോലെ തോന്നി. പക്ഷെ അതിൽ നിന്നും ഒരുപാട് രക്തം വരുന്നുണ്ട്. അടുത്തേക്ക് വല്ലാത്തൊരു ഭയത്തോടുകൂടി അയാൾ പോവുകയാണ്. ഒരു പക്ഷേ അതൊരു പൊമ്മയാണോ അല്ലെങ്കിൽ ഒരു കുഞ്ഞാണോ? അയാൾക്ക് വല്ലാത്തൊരു സംശയം. അങ്ങനെ അടുത്തേക്ക് ചെന്ന് ആ കവർ ചെറുതായി ഒന്ന് മാറ്റി നോക്കി. സത്യത്തിൽ അതൊരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിൻ്റെ ദേഹമാസകലം രക്തമാണ്. തലയും മുഖവും എല്ലാം ചതഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ജനിച്ച കുഞ്ഞിനെ ആരോ വലിച്ചെറിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം വ്യത്യസ്തമായിരുന്നു. പൊതുവെ ഇതുപോലൊരു കുഞ്ഞ് ജനിച്ച് അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ച് ആർക്കെങ്കിലും വേണ്ട എന്ന് തോന്നിയാൽ, തനിക്കിത് ആവശ്യം ഇല്ല എന്നൊക്കെ തോന്നിയാൽ, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാൽ കുഞ്ഞ് വേണ്ടാത്തവർ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കുന്നതും ഇങ്ങനെയുള്ള മാലിന്യ കൂമ്പാരങ്ങളിലും വലിച്ചെറിയുന്ന പല കഥകൾ നമുക്കറിയാം. പക്ഷേ ഇവിടെ അങ്ങനെ ആരോ വലിച്ചെറിഞ്ഞതല്ല, ആരോ കൊന്നതാണ് എന്ന് മനസ്സിലായി. കാരണം ആരെങ്കിലും കുഞ്ഞിനെ ചവറിൽ ഉപേക്ഷിച്ചു പോയതാണെങ്കിൽ ആ കുഞ്ഞിന് ജീവൻ ഉണ്ടാകുമായിരുന്നു, ആ കുഞ്ഞ് കരയുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല സംഭവിച്ചിരിക്കുന്നത്. ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ട്. അതും തലയും മുഖവും എല്ലാം ചതഞ്ഞിട്ടുണ്ട്. ദേഹമാസകലം പരിക്കുണ്ട്, രക്തം വരുന്നുണ്ട്. ജിതിൻ ഇത് കണ്ട ഉടൻ തന്നെ ഒരു 5 അടി പുറകിലേക്ക് പോയി. വല്ലാത്തൊരു ഭയം, ഹൃദയമിടിപ്പിന്റെ വേഗത കൂടാൻ തുടങ്ങി. പെട്ടെന്ന് ചുറ്റുമുള്ള എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി. അടുത്ത സെക്കൻഡ് തന്നെ ജിതിൻ പോലീസിനെയും വിവരം അറിയിച്ചു. പോലീസും ഫോറൻസിക് സംഘവും എല്ലാം അവിടെ എത്തി. പോലീസും ആ സ്ഥലം ഉടൻ തന്നെ സംരക്ഷിക്കുന്നു. റോഡിന്റെ 2 വശവും ബാരിക്കേഡ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുന്നു. ആ കുഞ്ഞ് എവിടെയാണോ കിടന്നത് ആ സ്ഥലവും ആ കുഞ്ഞിനെയും ഒരല്പം പോലും അനക്കാതെ അതിനു മുകളിൽ ഒരു ടെന്റ് പോലെ പണിതു. ഫോറൻസിക് ടീം വന്ന് അതിനുള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയ എവിഡൻസ് എങ്കിലും ലഭിക്കുമോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ ഒരേ ഒരു തെളിവ് പോലും ലഭിച്ചില്ല. അവസാനം ആ കുഞ്ഞിന്റെ ശരീരം ഓട്ടോപ്സി ചെയ്യാനായി അയച്ചു. പോലീസിന് മനസ്സിലായി, തീർച്ചയായും ഇവിടെയുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചാൽ ഒരു തെളിവ് ലഭിക്കും. കാരണം ഇത് പനംപിള്ളി നഗറാണ്, പണം ഒരുപാടുള്ളവർ താമസിക്കുന്ന സ്ഥലം. എവിടെ നോക്കിയാലും CCTV ക്യാമറകളുണ്ട്. ഉടൻ തന്നെ അവിടെയുള്ള അപ്പാർട്ട്മെന്റിലെയും കടകളിലെയും CCTV ഫൂട്ടേജസ് എല്ലാം പരിശോധിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 5-6 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ രാവിലെ ഒരു 8 മണിയോടുകൂടിയാണ് ആ കുഞ്ഞ് റോഡിലേക്ക് വീണത് എന്ന് മനസ്സിലായി. അതും അതുവഴി നടന്നു പോയവരോ വാഹനത്തിൽ പോയവരോ അല്ല കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. ആ കുഞ്ഞ് നേരെ ആകാശത്തിൽ നിന്നും താഴെ വീഴുന്ന രീതിയിലായിരുന്നു CCTVയിൽ കാണിച്ചത്. ഇങ്ങനെ വീഴുന്ന ഫൂട്ടേജസ് എല്ലാം ആ ഒരു സമയത്ത് ഓൺലൈനിൽ വളരെ വൈറലായിരുന്നു. പല മാധ്യമങ്ങളിലും അത് കാണിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് മുകളിൽ നിന്നും താഴേക്ക് വീണ് ബൗൺസായി പോയിട്ടുണ്ട്. അങ്ങനെ ഉരുണ്ടു പോകുന്ന ആ ഒരു കുഞ്ഞിനെ കാണാൻ സാധിക്കും. നമുക്കൊന്നും ചിന്തിച്ചു നോക്കാൻ പോലും കഴിയാത്തൊരു കാഴ്ചയായിരുന്നു അത്. അങ്ങനെയായിരുന്നു ആ കുഞ്ഞിന്റെ മുഖവും തലയും എല്ലാം ചതഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ പോലീസിന് വന്ന ഒരു സംശയം, കുഞ്ഞിനെ കൊന്നതിന് ശേഷമാണോ ഇങ്ങനെ തൂക്കി എറിഞ്ഞത്, അതോ കൊല്ലാൻ വേണ്ടിയാണോ തൂക്കി എറിഞ്ഞത്? ഇതാണ് മനസ്സിലാക്കാത്തത്. അത് ഓട്ടോപ്സി റിപ്പോർട്ട് വന്നാൽ മാത്രമേ മനസ്സിലാകൂ. ഈ കുഞ്ഞ് വീണ് കിടന്നിരുന്ന സ്ഥലത്തിന് അടുത്തായിട്ട് ഒരു വലിയ അപ്പാർട്ട്മെന്റ് ഉണ്ട്. ഏകദേശം 21 നിലകളുള്ള വലിയ കെട്ടിടം. ഒരുപക്ഷെ അവിടെ നിന്നും ആരെങ്കിലും കുഞ്ഞിനെ തൂക്കി എറിഞ്ഞിട്ടുണ്ടാകുമോ എന്നായിരുന്നു സംശയം. പക്ഷെ അപ്പാർട്ട്മെന്റിലെ ഓരോ വീടുകളായി കയറിയിറങ്ങി പരിശോധിക്കുക തീർച്ചയായും അസാധ്യമായ കാര്യമാണ്. ഏകദേശം 250 കുടുംബങ്ങൾ അവിടെ താമസിക്കുകയാണ്. ഓരോ വീട്ടിലും ചെന്ന് അന്വേഷിക്കുക, ചോദ്യം ചെയ്യുക വളരെ പാടാണ്. അതിനാൽ പോലീസ് ചെയ്തത് കൊച്ചിയിലെ ആശാ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു.
സാധാരണ ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ ഈ ആശാ ഡിപ്പാർട്ട്മെന്റിൽ അവർ രജിസ്റ്റർ ചെയ്യും. ഈ അപ്പാർട്ട്മെന്റിൽ എത്ര പേരാണ് ഗർഭിണികൾ എന്ന ഒരു ലിസ്റ്റ് അവരോട് ചോദിച്ചു. അപ്പോൾ ഒരു 10-15 പേരോളം അവിടെ ഗർഭിണികളാണെന്നുള്ളത് മനസ്സിലായി. ഓരോരുത്തരെയും ചോദ്യം ചെയ്യുമ്പോൾ ചിലർ അപ്പോഴും പ്രഗ്നന്റ് ആയിരുന്നു, കുഞ്ഞ് ജനിച്ചിട്ടില്ല. ചിലർക്ക് കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരോ ഒരാൾ ഇല്ലീഗലായി കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ വേണ്ട എന്ന് തീരുമാനിച്ചാണ് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് എന്നും പോലീസിന് മനസ്സിലായി. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു CCTV ഫുട്ടേജ് അവർക്ക് ലഭിച്ചത്. അത് ഈ ഒരു അപ്പാർട്ട്മെന്റിനെ നോക്കുന്ന രീതിയിലായിരുന്നു ഫുട്ടേജ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിലും ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, മുൻപിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു. അതിലെ ശിഖരങ്ങളെല്ലാം പകുതി മറയുന്നുണ്ട്. അതിൽ ഒരേയൊരു കാര്യം മാത്രം അവർ കണ്ടെത്തി. ആ കുഞ്ഞ് 10ാം നിലയ്ക്ക് മുകളിൽ നിന്നാണ് താഴേക്ക് വീണത്. അതായത് 11, 12, അതിന് മുകളിൽ ഏത് വേണമെങ്കിലും ആകാം. അവിടെ നിന്ന് ആര് വേണമെങ്കിലും എറിഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് അവർ ആദ്യത്തെ 10 ഫ്ലോർ മാറ്റിയിട്ട് അതിന് മുകളിൽ അന്വേഷണം ആരംഭിച്ചു. ഈ സമയത്താണ് പോലീസിന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ആ കുഞ്ഞിനെ പൊതിഞ്ഞു വച്ചിരുന്ന ആ കവർ, അത് ആമസോണിലെ ഒരു കവറായിരുന്നു. അതായത് ആരോ ഒരാൾ ആമസോണിൽ നിന്നും എന്തോ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ഒരു കവറിലായിരുന്നു കുഞ്ഞിനെ പൊതിഞ്ഞ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. ആ ഒരു കവറിലെ അഡ്രസ്സ് നോക്കുമ്പോൾ രക്തക്കറ കൊണ്ട് അത് മുഴുവനായും മാഞ്ഞിരുന്നു. അഡ്രസ്സ് എടുക്കാനും സാധിച്ചില്ല. പക്ഷെ അഡ്രസ്സിന് താഴെ ഒരു ബാർകോഡ് ഉണ്ടായിരുന്നു. ആ ബാർകോഡിന്റെ പകുതിയോളം മുഴുവനായും രക്തക്കറയാണ്. ബാക്കി പകുതി അവർക്ക് വ്യക്തമായിരുന്നു. പോലീസ് ഇപ്പോൾ ചിന്തിച്ചത്, ഈ ബാർകോഡിന്റെ ഓണർ ആരാണ്, ഇതിനെ ലിങ്ക് ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഏതാണെന്ന് കണ്ടെത്തിയാൽ നേരിട്ട് ആ ഒരു വീട്ടിലേക്ക് തന്നെ പോയി അന്വേഷണം നടത്താം എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ആ കവർ എടുത്തുകൊണ്ട് ആമസോൺ കമ്പനിയുമായി ലിങ്ക് ചെയ്യുന്നു. അവർ വഴി അവസാനം ഒരു അഡ്രസ്സ് ലഭിച്ചു. അങ്ങനെ പോലീസ് നേരിട്ട് ആ ഒരു അഡ്രസ്സിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ആ വീടിന്റെ വാതിൽ മുട്ടി. കതക് തുറന്നത് വയസ്സായ ദമ്പതികളായിരുന്നു. അവർക്കൊരു 50 വയസ്സിൽ കൂടുതൽ ഉണ്ടാകും. ഭാര്യയും ഭർത്താവും. ഈ 2 പേർ ഇതിനകം തന്നെ താഴെ മരിച്ചു കിടന്നിരുന്ന കുഞ്ഞിനെ നോക്കാൻ വന്നിരുന്നു. വളരെ ദുഃഖത്തോടുകൂടി കരഞ്ഞുകൊണ്ടായിരുന്നു ആ വൃദ്ധ ദമ്പതികൾ തിരികെ പോയത്. അതുകൊണ്ട് തീർച്ചയായും ഇവർ ഇത് ചെയ്തിരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പോലീസിന് മനസ്സിലായി. അടുത്ത പോലീസ് ചെയ്തത്, അവിടെ മറ്റാരൊക്കെ താമസിക്കുന്നു എന്നുള്ളത് നോക്കുന്നു. അവിടെ ഒരു അച്ഛൻ, അമ്മ, അവർക്ക് 23 വയസ്സുള്ള ഒരു മകളുണ്ടായിരുന്നു. പോലീസിന്റെ ഇപ്പോഴുള്ള മുഴുവൻ സംശയവും ആ 23 വയസ്സുള്ള മകളിലായിരുന്നു. പക്ഷെ അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, തെളിവുകൾ ലഭിക്കണം. പക്ഷേ അവിടെയുള്ള മറ്റൊരു പ്രശ്നം, ആമസോണിന്റെ ഒരു കവർ മാത്രമേ ലഭിച്ചുള്ളൂ. അതും ഇവരുടേതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ മറ്റാർക്കെങ്കിലും വേണ്ടി ഇവർ ഓർഡർ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിലേതുമായിരിക്കാം. അതുകൊണ്ട് ഫോറൻസിക് ടീം ആ അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് കയറി മുഴുവനും പരിശോധിക്കാൻ തുടങ്ങി. ആദ്യം ഹാൾ, അടുക്കള, ബെഡ്റൂം, ഇങ്ങനെ എല്ലാ സ്ഥലം പരിശോധിച്ചിട്ടും അവർക്ക് യാതൊരു തെളിവും ലഭിച്ചില്ല. അവസാനം പോലീസ് ആ പെൺകുട്ടിയുടെ ബെഡ്റൂമിനുള്ളിലേക്ക് പോയി. ബെഡ്റൂമിനുള്ളിൽ ചെന്ന് ബാത്റൂം പരിശോധിക്കുമ്പോൾ ഹാർപ്പിക്കൊക്കെ ഉപയോഗിച്ച് വളരെ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. പോലീസിനത് കണ്ടപ്പോൾ വളരെ വിചിത്രമായി തോന്നി. ഒരു പക്ഷേ ഇതൊരു കോയിൻസിഡൻസ് ആയിരിക്കാം, എപ്പോഴും വൃത്തിയാക്കുന്നത് പോലെ വൃത്തിയാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് വൃത്തിയാക്കിയതായിരിക്കാം. സാധാരണ ഇങ്ങനെ ഹാർപ്പിക് ഉപയോഗിച്ച്, ഡെറ്റോൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ച് വൃത്തിയാക്കി കണ്ടുപിടിക്കാനേ കഴിയില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ഫോറൻസിക് ടീം മടങ്ങി പോകില്ല. അകത്തേക്ക് ചെന്ന് അവർക്കറിയാവുന്ന എല്ലാ മെത്തേഡ് ഉപയോഗിച്ചും പരിശോധിക്കും. ഒരു ചെറിയ സംശയം തോന്നിയാൽ പോലും അവരത് ബാക്കി വെക്കില്ല. അങ്ങനെ അവർ പരിശോധിക്കുമ്പോൾ ആ ബാത്റൂമിനുള്ളിൽ നിന്നും രക്തക്കറ കണ്ടെത്തി. ഈ രക്തക്കറ കണ്ടെത്തിയപ്പോൾ പോലും 23 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞത്, എനിക്ക് പീരിയഡ്സ് ആണ്, അതുകൊണ്ടാണ് ബാത്റൂമിനുള്ളിൽ രക്തക്കറ കണ്ടത് എന്ന് പറഞ്ഞു. എന്നാൽ പോലീസിന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം തുടക്കം മുതലേ പോലീസിന് ആ പെൺകുട്ടിയോട് ഒരു സംശയം ഉണ്ടായിരുന്നു. അവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ അവർക്ക് തോന്നി. അടുത്ത വീടിന്റെ ബാൽക്കണിയിലേക്ക് പോലീസ് പോകുന്നു. അതായത് ആ പെൺകുട്ടിയുടെ ബെഡ്റൂമിനടുത്ത് തന്നെ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. ആ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നേരെ കാണാൻ സാധിക്കുന്നത് ആ കുഞ്ഞ് കിടന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആ കുഞ്ഞിനെ വലിച്ചെറിയാനുള്ള ഒരു സാധ്യത ഉള്ളതുപോലെ പോലീസിനും തോന്നി. കൂടാതെ അതിന് നേരെ ഒരു വേസ്റ്റ് ബോക്സും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടി ആ കുഞ്ഞിനെ വേസ്റ്റ് ബോക്സിൽ ഇടാൻ എറിഞ്ഞതായിരിക്കാം, അത് മാറി റോഡിൽ വീണിട്ടുണ്ടാകാം. ഇതായിരുന്നു പോലീസിന്റെ ഒരു ഊഹം. അങ്ങനെ പോലീസ് ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞു, നീ സത്യം പറയുകയാണെങ്കിൽ നിന്റെ പേരോ നിന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം രഹസ്യമായിരിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എൻക്വയറി ചെയ്ത് മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം അറിയുമെന്നും പറഞ്ഞു. അവസാനം ആ പെൺകുട്ടി മറ്റു മാർഗമില്ലാതെ സത്യം പറഞ്ഞു, അതെ, ഈ ഒരു കുഞ്ഞ് എൻ്റെ കുഞ്ഞാണ്. രാവിലെ 5 മണിയോടുകൂടി എനിക്ക് കുഞ്ഞ് ജനിച്ചു. 8 മണിക്ക് ഞാൻ ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു എന്നവൾ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് നിന്ന് അവളുടെ അച്ഛനും അമ്മയ്ക്കും അത് വിശ്വസിക്കാനേ സാധിച്ചില്ല. എൻ്റെ മകളാണോ ഈ ക്രൂരത ചെയ്തത്? ഈ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങളുടെ മകൾ ഇങ്ങനെയൊക്കെ ചെയ്ത കാര്യം ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല.
അവളൊരു കുഞ്ഞിനെ ചുമക്കുകയായിരുന്നു, ആ കുഞ്ഞിനെ പ്രസവിച്ചു, അതിനെ കൊന്നു, ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവരവിടെ കരയാൻ തുടങ്ങി. അടുത്ത സെക്കൻഡ് തന്നെ പോലീസ് 23 വയസ്സുള്ള പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയി. പോലീസ് മാധ്യമങ്ങളോട് ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള യാതൊരു വിവരവും പറഞ്ഞില്ല, പേര് പോലും. കാരണം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവൾ പറഞ്ഞത്, ഞാൻ ഒരു റേപ്പ് വിക്ടിമാണ്, ഒരാൾ എന്നെ റേപ്പ് ചെയ്തു, അതുവഴി ഞാൻ പ്രഗ്നന്റ് ആയി എന്നുള്ള കാര്യം ഞാൻ പോലും 4-ാം മാസമാണ് അറിഞ്ഞത്. ആശുപത്രിയിൽ പോയി അബോർഷൻ ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ആരെങ്കിലും അച്ഛനോടും അമ്മയോടും പറയുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ഗർഭാവസ്ഥ കണ്ടിന്യൂ ചെയ്തു. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടു. ഒരു ഡെലിവറി എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചു. അങ്ങനെ രാവിലെ 5 മണിയോടുകൂടി എനിക്ക് ചെറിയ വേദന വന്നു. ബാത്റൂമിനുള്ളിൽ ചെന്ന് യാതൊരു ശബ്ദവുമില്ലാതെ ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ പോലീസിന് സത്യത്തിൽ വിശ്വസിക്കാൻ സാധിച്ചില്ല. എത്രയോ പേർ പ്രസവ വേദന സഹിക്കാനാകാതെ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. വേദന സഹിച്ചിട്ടു കൂടിയും കുഞ്ഞ് ജനിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും സിസേറിയൻ വഴിയാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് പോലും. പക്ഷേ ഇവിടെ ഈ ഒരു പെൺകുട്ടി വളരെ എളുപ്പത്തിലാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യം പറഞ്ഞത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള മറ്റൊരുപാട് സത്യങ്ങൾ അറിയാൻ തുടങ്ങിയത്. പക്ഷെ ഇതിനൊക്കെ മുൻപ് തന്നെ ആ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കാരണം അവൾക്ക് ഒരുപാട് രക്തം നഷ്ടപ്പെട്ടിരുന്നു. സാധാരണ ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരുപാട് രക്തം നഷ്ടമാകും. അവരുടെ ആരോഗ്യസ്ഥിതിയും ഒരല്പം വീക്കായിരിക്കും. ശരിയായ ചികിത്സയുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് അവർക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. ഇവിടെ ഈ പെൺകുട്ടിക്ക് ഇതിനകം രക്തം ഒരുപാട് പോയിട്ടുണ്ട്. മാതാപിതാക്കൾ തുടക്കത്തിൽ ചിന്തിച്ചത് മകൾക്ക് പീരീഡ്സ് ആയിരിക്കുമെന്നായിരുന്നു. പക്ഷെ സത്യമെല്ലാം പുറത്തു വന്നപ്പോഴായിരുന്നു കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത്. ഉടൻ തന്നെ ആ പെൺകുട്ടി ആശുപത്രിയിലും അഡ്മിറ്റ് ചെയ്തു. അവൾക്ക് ചികിത്സയും കൊടുത്തു. ഒരു 2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അവളെ കൃത്യമായി ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ചോദ്യം ചെയ്യലിൽ അവനെ റേപ്പ് ചെയ്ത വ്യക്തിയുടെ പേര് അവൾ പറഞ്ഞത് മുഹമ്മദ് റഫീഖ് എന്നാണ്. ഇവൾ ഒരു ഡാൻസറാണ്. ഒരു ഡാൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ് ഇവർക്കുണ്ട്. ഈ ഡാൻസ് ക്ലാസ്സിൽ ഇവളോടൊപ്പം ഡാൻസ് കളിക്കുന്ന വ്യക്തിയുടെ പേരാണ് ഈ മുഹമ്മദ് റഫീഖ്. തുടക്കത്തിൽ ഇവർ പരിചയപ്പെടുകയും നല്ല സുഹൃത്തുക്കളാവുകയും ചെയ്തു. പക്ഷെ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇവർക്കുള്ളിൽ ഒരു കെമിസ്ട്രി വർക്കൗട്ടായി. തുടർന്ന് പ്രണയിക്കാൻ തുടങ്ങി. അതായത് പറഞ്ഞു വന്നാൽ മുഹമ്മദ് റഫീഖ് അവളെ റേപ്പ് ചെയ്തിട്ടില്ല, പ്രണയിച്ചതാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ടുപേരുടെ സമ്മതത്തോടുകൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവൾ ഗർഭിണിയായി. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ അവൾ തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞതെല്ലാം കള്ളമാണ്. സത്യമറിഞ്ഞതിനു ശേഷം പോലീസ് വീണ്ടും അവളെ ചോദ്യം ചെയ്തു. ആ സമയം അവൾ പറഞ്ഞത്, അതെ, ഞങ്ങൾ പ്രണയത്തിലായിരുന്നു, എന്നെ വിവാഹം കഴിക്കുമെന്ന് എനിക്കൊരു വാക്ക് തന്നിരുന്നു. അങ്ങനെ ഞാൻ ഗർഭിണിയായി. പക്ഷേ ഞാൻ ഗർഭിണിയാണ് എന്നറിഞ്ഞതിന് ശേഷം അവൻ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു. പിന്നീട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇതേ കാര്യം അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഞങ്ങൾ പ്രണയത്തിലായിരുന്നു, അവൾ ഗർഭിണി ആയതിനു ശേഷം എനിക്ക് ചിന്തിക്കാൻ ഒരു അല്പസമയമെടുത്തു ആ കുഞ്ഞിനെ എന്ത് ചെയ്യാമെന്ന്. അവളെ ഒരിക്കലും ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, അവളെ ഉപേക്ഷിച്ച് പോകണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. അടുത്ത് എന്ത് ചെയ്യണമെന്നുള്ള ഒരു പദ്ധതിക്ക് എനിക്കൊരല്പം സമയം വേണ്ടി വന്നു. പക്ഷെ അതിനുള്ളിൽ ഇതെല്ലാം സംഭവിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. ഈ കേസ് അന്വേഷണവും എൻക്വയറിയും എല്ലാം നടക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലും വന്നിരുന്നു. ആ വക്കീല് പറയുന്ന അനുസരിച്ചായിരുന്നു പിന്നീട് ആ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. കാരണം അവൾ ഒരു സമ്പന്ന കുടുംബത്തിലെ ആയിരുന്നു. മകൾ എത്ര തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മകളെ രക്ഷിക്കാൻ ആ അച്ഛനും അമ്മയും എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ നേരെ മറിച്ച് മുഹമ്മദ് റഫീഖിനെ നോക്കുകയാണെങ്കിൽ അവൻ അത്ര സമ്പന്ന കുടുംബത്തിലേ അല്ലായിരുന്നു. പക്ഷെ ഇതിനകം തന്നെ എല്ലാ മാധ്യമങ്ങളിലും അവനൊരു റേപ്പിസ്റ്റ് ആണ് എന്ന രീതിയിൽ പത്രമാധ്യമങ്ങളെല്ലാം വാർത്തകൾ കൊടുക്കാൻ തുടങ്ങിയിരുന്നു. അവന്റെ ഫോട്ടോയടക്കം എല്ലാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പടരാൻ തുടങ്ങി. ഇപ്പൊ പോലീസിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അടുത്തറിയേണ്ടത് ആ കുഞ്ഞ് മരിച്ചതിന് ശേഷമാണോ എടുത്തെറിഞ്ഞത്, അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞതിന് ശേഷമാണോ കുഞ്ഞ് മരിച്ചത്, ഇതായിരുന്നു അറിയേണ്ടിയിരുന്നത്. റിപ്പോർട്ടിൽ അറിഞ്ഞത് ആ കുഞ്ഞ് ജനിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു. കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ കരയാതിരിക്കാനായി കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചു. കുഞ്ഞിന്റെ വായ്ക്കുള്ളിൽ പേപ്പർ തിരികെ കയറ്റി കഴുത്ത് ഞെരിച്ച് വളരെ ക്രൂരമായി കൊന്നു. കൊന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ രാവിലെ 5 മണി മുതൽ 8 മണി വരെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ അവളുടെ മുറിയുടെ വാതിൽ വന്ന് തട്ടി. ഇപ്പോൾ അമ്മ വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഭയന്ന് കയ്യിൽ കിട്ടിയ ഒരു കവറെടുത്ത് അതിൽ ആ കുഞ്ഞിനെ പൊതിഞ്ഞ് ബാൽക്കണിയിൽ ചെന്ന് നിന്ന് താഴേക്ക് റോഡിനരികിലുണ്ടായിരുന്ന വേസ്റ്റ് ബോക്സിനെ ലക്ഷ്യം വെച്ച് എറിഞ്ഞു. പക്ഷെ ആ കുഞ്ഞ് അതിനുള്ളിലല്ല വീണത്, റോഡിലായിരുന്നു വീണത്. താൻ ആ കുഞ്ഞിനെ പൊതിഞ്ഞ് കളഞ്ഞത് ഒരു ആമസോൺ ഡെലിവറി കവറിലാണെന്ന് പോലും അവൾ ചിന്തിച്ചില്ല. കഥക തുറന്നു വന്ന അമ്മ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, പീരീഡ്സ് ആയി, എനിക്ക് വയറുവേദനിക്കുന്നുണ്ട്, ക്ഷീണമുണ്ട്, ഞാൻ ഒരല്പം കൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് കഥകടച്ച മുറിക്കുള്ളിൽ തന്നെ ഇരുന്നു.
അവളുടെ അച്ഛനമ്മയും പോലും താഴെ ഇത്രയേറെ സംഭവങ്ങൾ നടന്നപ്പോൾ ആരാണ് ഈ ക്രൂരത ചെയ്തത് എന്നൊക്കെ പറഞ്ഞ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് തിരികെ വന്നിരുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്തത് തങ്ങളുടെ മകളാണ് എന്ന് ഒട്ടും അവർ പ്രതീക്ഷിച്ചില്ല. പോലീസും ആ പെൺകുട്ടിയുടെ പേരിൽ ഒരു മർഡർ കേസ് ഫയൽ ചെയ്തു, ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയി. മുഹമ്മദ് റഫീഖിന്റെ പേരിൽ ഇതിനകം ഒരു റേപ്പ് കേസും ഫയൽ ചെയ്തു. ഇപ്പോൾ ഈ ഒരു സംഭവം നടന്ന് ഏകദേശം 1 വർഷത്തോളമായി. എന്നാൽ ഈ സംഭവം നടന്ന അടുത്ത 80ാമത്തെ ദിവസം ആ പെൺകുട്ടിക്ക് ജാമ്യം ലഭിച്ചു. അവൾ യാതൊരു ദയയും കൂടാതെ ജനിച്ച കുഞ്ഞിനെ അപ്പം തന്നെ കൊന്നു. എന്നിട്ട് ജാമ്യം വാങ്ങി പുറത്തേക്ക് വരികയും സന്തോഷമായി ജീവിക്കുകയും ചെയ്യുന്നു. അൺകണ്ടീഷണൽ ബെയിലാണ്. ഇപ്പോഴും ഈ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് ശിക്ഷ ലഭിക്കുമോ ഇല്ലയോ ഒന്നും തന്നെ അറിയില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത്, എത്ര വലിയ തെറ്റ് തന്നെ ചെയ്താലും നിങ്ങളുടെ പക്കൽ പണമുണ്ടോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കള്ളം പറയാം. ഇനി നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കള്ളം വേണമെങ്കിലും പറയാം. തീർച്ചയായും അതൊക്കെ കോടതി വിശ്വസിക്കും. ഇതൊക്കെ നമ്മുടെ നിയമം തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഈ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ആ മുഹമ്മദ് റഫീഖ് ആണെങ്കിലോ, അവനാണ് ഒരു പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞ് കൊന്നതെങ്കിലോ, അല്ലെങ്കിൽ അവളെ റേപ്പ് ചെയ്താണെങ്കിൽ അവൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അവന് ഇപ്പോൾ ജാമ്യം ലഭിക്കുമായിരുന്നോ? അവനും കോടതിയിൽ ചെന്ന് ഒരു പെൺകുട്ടി എന്നെ പ്രണയിക്കുകയായിരുന്നു, പക്ഷെ അവൾ എന്നെ പറ്റിച്ചു, അവൾ എന്നെ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും അവനെ വിശ്വസിക്കുമോ? അവന് നീതി ലഭിക്കുമോ? ഒരുപക്ഷെ അവിടെയുള്ളവർ അവനെ നോക്കി ചിരിച്ചു എന്നിരിക്കും. നിനക്കെന്താ ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇവിടെ ഒരു പെൺകുട്ടി ഇക്കാര്യം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ ഈ മുഹമ്മദ് റഫീഖിന്റെ പേരിൽ റേപ്പ് കേസ് ഫയൽ ചെയ്തു. ഒരു റേപ്പിസ്റ്റ് ആണെന്ന് പുറത്തു വന്നു. അവൻ്റെ ചിത്രങ്ങളെല്ലാം മാധ്യമങ്ങളിലുടനീളം പടരാൻ തുടങ്ങി. പക്ഷെ ആ പെൺകുട്ടിയുടെ പേരോ അവളുടെ ചിത്രമോ ഒന്നും തന്നെ ആർക്കും അറിയില്ല. എന്തിന്? അവൾ ഡാൻസ് ചെയ്ത ഡാൻസ് ടീമിൻ്റെ പേര് പോലും പുറത്തു വന്നില്ല. കാരണം നിയമത്തിൽ ഒരു പെൺകുട്ടി ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നുപോയി, ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അവളുടെ ഐഡന്റിറ്റി പുറത്തുവിടാൻ പാടില്ല. അവനെന്നെ റേപ്പ് ചെയ്തതല്ല, ഞങ്ങൾ പ്രണയിച്ചതാണ്, അറിഞ്ഞുകൊണ്ടാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. സത്യങ്ങളെല്ലാം പുറത്തു വന്നിട്ട് കൂടിയും ആ പെൺകുട്ടിയുടെ ചിത്രമോ പേരോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നിയമം ആർക്ക് വേണ്ടിയാണുള്ളത്? ഇവിടെ തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണോ നിയമം ഉള്ളത്? അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്യുന്നവർ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് നോക്കി അതിനനുസരിച്ചതുപോലെയാണോ ഇവിടെയുള്ള നിയമവും ശിക്ഷയും ഒക്കെ ലഭിക്കുന്നത്? എത്രയോ പേർ കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഇവിടെ പലരും യാതൊരു കാരണവും കൂടാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ തന്നെ കൊല്ലുകയാണ്. എല്ലാം അൺവാണ്ടഡ് പ്രഗ്നൻസിയാണ്. അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം പോവുകയും അവസാനം ഗർഭിണിയാവുകയും അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിനെ മറ്റെവിടെയെങ്കിലും ഉപേക്ഷിക്കുകയെങ്കിലും ചെയ്യുന്നതിന് പകരം നീചമായി കൊല്ലുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ധൈര്യം വരുന്നത്? എങ്ങനെയാണ് ഈ ചിന്ത വരുന്നത്? ദയവ് ചെയ്ത് ആരെങ്കിലും 2 പേർ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ മാത്രം സുഖത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് ആ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുകയും ചെയ്യരുത്. ഇങ്ങനെയുള്ളൊരു സോഷ്യൽ അവയർനെസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കണം എന്നുള്ളതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അവൾക്ക് എന്ത് ശിക്ഷ നൽകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.